നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ചെന്നൈയിൽ തീർച്ചയായിട്ടും അഫ്ഗാന്റെ താരം ഹഷ്മത്തുള്ള ഷാഹീദി അവരുടെ ക്യാപ്റ്റനാണ് താരം. അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറിയാണ് പിറന്നിരിക്കുന്നത്. അതിൻ്റെ ബലത്തിലാണ് ഒരു ഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് 36 റൺസിന് 4 വിക്കറ്റ് വീണ് ഉടഞ്ഞുപോയ അഫ്ഗാൻ 200 റൺസിന് മുകളിലുള്ള സ്കോർ അടിച്ചത്. നമുക്കെടുത്ത് പറയേണ്ടത് പ്രസിദ്ധ് കൃഷ്ണയുടെ ബൗളിംഗ് ആണ്. അദ്ദേഹം ആദ്യത്തെ ഓവറുകളിൽ ആഞ്ഞടിച്ച് 4 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ അങ്ങനെ തുടർച്ചയായി ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 45ാമത്തെ ഓവർ വരെ അഫ്ഗാൻ്റെ ഇന്നിങ്സ് മുന്നോട്ട് പോയത്. ഏതായാലും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 5 വിക്കറ്റ് ഉണ്ട്. 8.2 ഓവറിൽ 23 റൺസിന് അദ്ദേഹം 5 വിക്കറ്റ് എടുത്തു. ബ്രാറിന് 1 വിക്കറ്റ്, പ്രിൻസ് യാദവും അതുപോലെ ഹർഷ്ദീപയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി. അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം 44.2 ഓവറുകളിൽ അവർ 218 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. അഫ്ഗാൻ ടോസ് ലഭിച്ചിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാണ്. തുടക്കം മുതൽ നല്ല പണി കിട്ടി. ഓരോരുത്തരായിട്ട് മടങ്ങുന്നു. സ്കോർ ബോർഡിൽ 5 റൺസ് ഉള്ളപ്പോഴാണ് റഹ്മാനുള്ള ഗുർബാസ് പോകുന്നത്. അദ്ദേഹം 7 പന്തിൽ 5 റൺസ് അടിച്ചു. പിന്നെ സ്കോർ ബോർഡിൽ 26 റൺസ് ഉള്ളപ്പോഴും 28 റൺസ് ഉള്ളപ്പോഴും 36 റൺസ് ഉള്ളപ്പോഴും ഒക്കെ ആയിട്ട് ഓരോരോ വിക്കറ്റുകൾ അങ്ങ് വീണു. ഇബ്രാഹിം സദ്രൻ്റെ സംഭാവന 11 റൺസ്, റഹ്മത്ത് ഷായുടെ സംഭാവന 5 റൺസ്, ദോറേഷ് അബ്ദുൾ റസൂലിയുടെ സംഭാവന 1 റൺസ്. പ്രസിദ്ധ് കൃഷ്ണ അങ്ങ് ആഞ്ഞടിച്ചപ്പോൾ അവർ തകർന്നു പോയി. പക്ഷെ പിന്നീട് തീർച്ചയായിട്ടും അഷ്മത്തുള്ള ഷാഹീദിയും അസ്മത്തുള്ള ഒമർസായിയും ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. ഒമർസായി 56 പന്തിൽ 5 ഫോറും 2 സിക്സും അടക്കം 50 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചപ്പോൾ ഒരു ഭാഗത്ത് ഷാഹീദി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. റാഷിദ് ഖാൻ 5 റൺസുമായിട്ടും അള്ളാ ഗസൻഫർ 1 റൺസുമായിട്ടും മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഷാഹീദിയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ മടങ്ങിപ്പോകുന്നത്. 131 പന്തിൽ നിന്നും 13 ഫോറും 1 സിക്സും അടക്കം 102 റൺസാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. ടീമിനെ ഒറ്റയ്ക്ക് അദ്ദേഹം മുന്നോട്ട് നയിച്ചു. ചെറിയൊരു സഹായം ഒമർസായിൽ നിന്നും ലഭിച്ചു. ഇത് പറയുന്നതായിരിക്കും ശരി. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി 218 റൺസ്. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 219 റൺസാണ്. അതൊരു വമ്പൻ സ്കോറല്ല. ഇന്ത്യൻ ടീം അനായാസം ചേസ് ചെയ്യുമെന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.